17th question. What is wrong with this proof? What is wrong with this proof? Theorem and proof ആണ് തന്നേക്കുന്നത്. Theorem: if n is not positive, then n square is not positive. N square is not positive. If n is not positive, then n square is not positive. The proof: suppose that n is not positive. Suppose that n is not positive. Because the conditional statement if n is positive, then n square is positive. Is true. We can conclude that n square is not positive. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ തന്നേക്കുന്ന കാര്യമാണ്. നമുക്കിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യൻ തന്നേക്കുന്നതാണ്. എന്താണ് ഈ പ്രൂഫിൻ്റെ തെറ്റെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം തീറം പറയുന്നത് ഇഫ് n ഈസ് നോട്ട് പോസിറ്റീവ് ദെൻ n സ്ക്വയർ ഈസ് നോട്ട് പോസിറ്റീവ്. n പോസിറ്റീവ് അല്ലെങ്കിൽ n സ്ക്വയറും പോസിറ്റീവ് അല്ല എന്നാണ് തീറം പറഞ്ഞത്. അതിൻ്റെ പ്രൂഫായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഇഫ് n ഈസ് നോട്ട് പോസിറ്റീവ്, suppose that n is not positive, because the conditional statement if n is positive, n പോസിറ്റീവ് ആണെങ്കിൽ n സ്ക്വയർ പോസിറ്റീവ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ n നെഗറ്റീവ് ആകുമ്പോഴത്തെ കാര്യം ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ സപ്പോസ് ദാറ്റ് n ഈസ് നോട്ട് പോസിറ്റീവ് നമ്മൾ എടുത്തു. എന്നിട്ട് ഇഫ് n ഈസ് പോസിറ്റീവ് n സ്ക്വയർ പോസിറ്റീവ് ആണെന്നാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അതുകൊണ്ട് n ഈസ് നോട്ട് പോസിറ്റീവ് ആണെങ്കിൽ n സ്ക്വയർ നോട്ട് പോസിറ്റീവ് എന്ന് കൺക്ലൂഡ് ചെയ്യുക ചെയ്ത് അങ്ങനെ ഒരു കൺക്ലൂഷൻ പറ്റുമോ? അതായത് n പോസിറ്റീവ് ആണെങ്കിൽ n സ്ക്വയർ പോസിറ്റീവ് ആണെന്നുള്ളത് നമുക്കറിയാം. നമുക്ക് n നോട്ട് പോസിറ്റീവ് ആണെന്നുണ്ട്. അതിൽ നിന്ന് n സ്ക്വയർ നോട്ട് പോസിറ്റീവ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അതായത് ഇത് ഇഫ് പി ദെൻ ക്യൂ ആകുമ്പോൾ ഇത് പി ഇംപ്ലൈസ് ക്യൂ ആണ്. പി ഇംപ്ലൈസ് ക്യൂ ആണ് നമ്മുടെ കയ്യിലുള്ളത്. നെഗേഷൻ പി ആണ് പിന്നെ ഉള്ളത്. അതിൽ നിന്ന് നമ്മൾ, അതായത് പി ഇംപ്ലൈസ് ക്യൂവും ട്രൂ ആണ്, നെഗേഷൻ പിയും ട്രൂ ആണെങ്കിൽ നെഗേഷൻ ക്യൂ ട്രൂ ആണ് എന്ന് പറ്റുമോ? അങ്ങനെ നമുക്ക് പറ്റത്തില്ലല്ലോ. കാരണം പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണെങ്കിൽ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ റഫായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ എന്താ? പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണ്, നെഗേഷൻ പിയും ട്രൂ ആണ്. അതിൽ നിന്ന് നമ്മൾ എന്താ കൺക്ലൂഡ് ചെയ്ത്? നെഗേഷൻ ക്യൂ ട്രൂ ആണ് എന്ന് കൺക്ലൂഡ് ചെയ്തു. പക്ഷെ അത് പോസിബിൾ അല്ല. പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണെങ്കിൽ നെഗേഷൻ ക്യൂവും ട്രൂ ആണെങ്കിൽ നെഗേഷൻ പി ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ഈക്വലൻ ടു നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി, അതായത് നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അതാണ് അവിടെ വന്ന മിസ്റ്റേക്ക്. നമുക്കിപ്പം ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. അതിൻ്റെ ആൻസറായിട്ട് ലെറ്റ് P of n and Q of n be n is positive and n square is positive respectively. അപ്പം P of n എന്ന് പറയുന്നത് n പോസിറ്റീവ് എന്നുള്ളത്, Q of n എന്ന് പറയുന്നത് n സ്ക്വയർ ഈസ് പോസിറ്റീവ്. ദെൻ അവർ ഹൈപ്പോത്തിസിസ് എന്താണ്? നമ്മൾ സപ്പോസ് ചെയ്തെന്താ? n ഈസ് നോട്ട് പോസിറ്റീവ്, നെഗേഷൻ P of n. ദെൻ അവർ ഹൈപ്പോത്തിസിസ് ഈസ് നെഗേഷൻ P of n. ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്, നമുക്ക് തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് n ഈസ് പോസിറ്റീവ് ദെൻ n സ്ക്വയർ ഈസ് പോസിറ്റീവ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഇത് നെഗേഷൻ P of n, ഇത് ഫോർ ഓൾ n
പി ഓഫ് എൻ ഇംപ്ലൈസ് ക്യൂ ഓഫ് എൻ ഫോമിലും അല്ലേ വന്നേക്കുന്നത്. അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ആദ്യത്തെ നമ്മുടെ ഹൈപ്പോത്തിസിസ് നമ്മൾ സപ്പോസ് ചെയ്തത് എന്താ, എൻ ഈസ് നോട്ട് പോസിറ്റീവ്. എൻ ഈസ് നോട്ട് പോസിറ്റീവ് എന്നുള്ളത് നമ്മുടെ ഹൈപ്പോത്തിസിസ് അല്ല. അതെന്ന് പറയുന്നത് പി ഓഫ് നെഗേഷൻ പി ഓഫ് എൻ. എൻ ഈസ് പോസിറ്റീവ് എന്നുള്ളത് പി ഓഫ് എൻ. അപ്പോൾ എൻ ഈസ് നോട്ട് പോസിറ്റീവ് എന്നുള്ളത് നെഗേഷൻ പി ഓഫ് എൻ. എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് if n is positive, n square is positive, is for all n p of n implies q of n. p implies q ഫോമിലാണ് വന്നിരുന്നത്. From the hypothesis negation p of n and the statement for all n p of n implies q of n. From the hypothesis negation p, ഈ രണ്ടെണ്ണത്തിൽ നിന്ന് നമുക്ക് negation q of n കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. We cannot conclude negation q of n. അതായത് നെഗേഷൻ പി ഓഫ് എന്നും ട്രൂ ആണ്, ഫോർ ഓൾ എൻ പി ഓഫ് എൻ ഇംപ്ലൈസ് ക്യൂ ഓഫ് എന്നും ട്രൂ ആണെന്നും കൊണ്ട് നെഗേഷൻ ക്യൂ ഓഫ് എൻ ട്രൂ ആണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് വി ആർ നോട്ട് യൂസിങ് എ വാലിഡ് ആർഗ്യുമെൻറ്റ്. ഇതൊരു വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് അല്ല. വാലിഡ് റൂൾ ഓഫ് ഇൻഫറൻസ്. വി ആർ നോട്ട് യൂസിങ് എ വാലിഡ് rule of inference. This is an example of fallacy of denying the hypothesis. This is an example of fallacy of denying the hypothesis. അപ്പം അത് ഫാലസി ഓഫ് ഡിനൈൻ്റെ ഹൈപ്പോത്തസിസ്. ഇപ്പോൾ നമുക്ക് ഏത് എക്സാമ്പിൾ വേണമെങ്കിൽ, ഇപ്പോൾ നമുക്ക് കൗണ്ടർ എക്സാമ്പിൾ വേണമെങ്കിൽ ഇത് കാണിക്കാൻ പറ്റും. ഇത് ട്രൂ അല്ല. കാരണം എൻ നെഗറ്റീവ് ആകുമ്പോഴും എൻ സ്ക്വയർ പോസിറ്റീവ്. നമ്മൾ n ഈക്വൽ ടു -1 എടുത്താൽ n സ്ക്വയർ 1 ആണ്. n ഈക്വൽ ടു -2 എടുത്താൽ n സ്ക്വയർ 4 ആണ്, പോസിറ്റീവാണ്. അപ്പം ഒരു കൗണ്ടർ എക്സാമ്പിൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഇൻഡിജർ എടുത്താൽ അതിനെല്ലാം നമുക്ക് അറിയാം എൻ്റെ സ്ക്വയർ പോസിറ്റീവാണ്. നമുക്ക് ഏതെങ്കിലും ഒരു കൗണ്ടർ എക്സാമ്പിൾ എടുക്കാം. n ഈക്വൽ ടു -1 ഈസ് എ കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറയാം. n സ്ക്വയർ ഈക്വൽ ടു 1 ഈസ് പോസിറ്റീവ്. n നെഗറ്റീവായിട്ട് n സ്ക്വയർ എന്ന് പറയുന്നത് -1 സ്ക്വയർ പോസിറ്റീവാണ്. അപ്പം ഇതാണ് നമ്മൾ പ്രൂഫിൻ്റെ അകത്തെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കുന്ന ടൈപ്പ് പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരെററും കൂടി ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യും. ഒപ്പം അങ്ങ് നോട്ട് ചെയ്ത്, നോട്ട് തരാൻ മാത്രമൊന്നുമില്ല. അതുകൊണ്ട് ഈ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ മതി. നോട്ടായിട്ട് എഴുതിയാൽ മതി. മെനി ഇൻകറക്റ്റ് ആർഗ്യുമെൻറ്റ്സ് are based on a fallacy called begging the question. Many incorrect arguments are based on a fallacy called begging the question. This fallacy occurs when one or more steps of a proof are based on a fallacy called based on fallacy അല്ല,
one or more steps of a proof are based on the truth of the statement being proved. ഒന്നുകൂടെ പറയാം. ദിസ് ഫാലസി ഒക്കേഴ്സ് വെൻ, അതായത് നമ്മൾ പറയുന്നത് ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്നുള്ള ഫാലസിയെ പറ്റിയാണ്. ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്നുള്ള ഫാലസി എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ദിസ് ഫാലസി ഒക്കർ വെൻ വൺ ഓർ മോർ സ്റ്റെപ്സ് ഓഫ് എ പ്രൂഫ് ആർ ബേസ്ഡ് ഓൺ ദ ട്രൂത്ത് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ബീയിങ് പ്രൂവ്ഡ്. In other words, this fallacy arises when a statement is proved using itself or a statement equivalent to it. In other words, this fallacy arises when a statement is proved using itself or a statement equivalent to it. That is why this fallacy is also called circular reasoning. അപ്പോൾ നമുക്ക് ഇവിടെ ആ രണ്ട് സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെ വരുന്ന ഫാലസിയാണ്. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ പ്രൂഫ് യൂസ് ചെയ്യുക. അതായത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രൂഫിൽ യൂസ് ചെയ്താൽ അതെന്താ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രൂവ് ചെയ്യേണ്ട സാധനത്തിൻ്റെ ആ ട്രൂത്ത് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് അപ്പോൾ പ്രൂഫ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു സാധനം പ്രൂവ് ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സാധനം യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പം അതിനെ നമ്മൾ സർക്കുലർ റീസണിങ് അല്ലെങ്കിൽ ഫാലസി കോൾഡ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നു. നമ്മുടെ ഈ സെക്ഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈസ് ദ ഫോളോയിങ് ആർഗ്യുമെൻറ്റ് കറക്റ്റ്? ഈസ് ദി ഫോളോയിങ് ആർഗ്യുമെൻറ്റ് കറക്റ്റ്? It supposedly shows that n is an even integer whenever n square is an even integer. അപ്പം n ഈസ് ആൻ ഈവൻ ഇൻറ്റർ വെന്നെവർ n സ്ക്വയർ ഈസ് ആൻ. അപ്പോൾ n സ്ക്വയർ ഈവൻ ആണെങ്കിൽ n ഈവൻ ആണെന്ന് കാണിക്കുന്ന പ്രൂഫാണ് തന്നേക്കുന്നത്. അതിൻ്റെ അകത്ത് ആർഗ്യുമെൻറ്റ് കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കണ്ടേ. അപ്പം ആർഗ്യുമെൻറ്റ് ഇതാണ്: സപ്പോസ് ദാറ്റ് n സ്ക്വയർ ഈസ് ഈവൻ. Then n square is equal to 2k for some integer k. Let n is equal to 2l for some integer l. This shows that n is even. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തെറ്റുണ്ടോ, ഈ ആർഗ്യുമെൻറ്റ് തെറ്റുണ്ടോ? അതായത് നമുക്ക് കാണിക്കേണ്ടത് എന്താ, n ഈസ് ആൻ ഈവൻ ഇൻറ്റിജർ വെന്നെവർ n സ്ക്വയർ ഈസ് ഈവൻ എന്നാണ്. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ പി അല്ലേ, വെന്നെവർ പി. ക്യൂ വെന്നെവർ പി ഫോമിലാണ് തന്നേക്കുന്നത്. ഇഫ് പി ദെൻ ക്യൂന് പകരം ക്യൂ വെന്നെവർ പി, ഇത് നമ്മൾ ക്യൂ ആയിട്ടും ഇത് നമ്മൾ പി ആയിട്ടും എടുക്കുവാണെങ്കിൽ ഈ പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താ,
എൻ സ്ക്വയർ ഈസ് ആൻ ഈവൻ ഇൻറ്റിജർ എന്നുള്ളതാണ് നമ്മുടെ ഹൈപ്പോത്തിസിസ്. നമുക്ക് ഉള്ളത് എന്താ, എൻ സ്ക്വയർ ഈസ് ആൻ ഈവൻ ഇൻറ്റിജർ. അതിൽ നിന്ന് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം, എന്നും ഈവൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അവിടെ പ്രൂഫ് യൂസ് ചെയ്തേക്കുന്നത് എൻ സ്ക്വയർ ഈവൻ ആണെന്ന് എടുത്തു. അത് നമുക്ക് എടുക്കാം, കാരണം നമ്മുടെ ഹൈപ്പോത്തിസിസ് പി എന്നുള്ളതാണ്. പി ആണ് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതിയതാണ്. ഇതിനെ നമ്മൾ പി എന്ന് വിളിച്ചാൽ, ഇതിനെ നിങ്ങൾ പെൻസിൽ കൊണ്ടൊന്ന് മാർക്ക് ചെയ്താൽ മതി. ഇതിനെ നമ്മൾ പി എന്ന് വിളിച്ചാൽ നമുക്ക് ക്യൂ വെന്നെവർ പി ആണ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് പി ട്രൂ ആകുമ്പം ക്യൂൺ ട്രൂ ആണെന്ന് കാണിച്ചാൽ മതി. ഇഫ് പി ദെൻ ക്യൂ ട്രൂ ആണെന്ന് കാണിക്കാൻ വേണ്ടി പി ട്രൂ ആകുമ്പം ക്യൂൺ ട്രൂ ആണെന്ന് കാണിക്കണം. അപ്പം എൻ സ്ക്വയർ ഈവൻ ആകുമ്പം എന്നും ഈവൻ ആണെന്നാണ് കാണിക്കേണ്ടത്. എൻ സ്ക്വയർ ഈവൻ ആകുമ്പോൾ എന്നും ഈവൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എൻ സ്ക്വയർ ഈവൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് പ്രശ്നമില്ല, എൻ സ്ക്വയർ ഈവൻ എടുത്തു. അതുകൊണ്ട് എൻ സ്ക്വയർ ഈക്വൾ ടു 2k എന്നും എടുക്കുക, അതിനും പ്രശ്നമില്ല. പക്ഷേ നമ്മൾ എൻ ഇസ് ഈക്വൾ ടു 12 എടുക്കാൻ പറ്റുമോ? കാരണം എന്താ, എൻ ഇസ് ഈക്വൾ ടു 12 എടുത്താൽ എൻ ഈവൻ ആകുമ്പോഴേ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. നമുക്കതാണ് പ്രൂവ് ചെയ്യേണ്ടത്. എൻ ഇസ് ഈക്വൾ ടു 12 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളത് കയറി പ്രൂഫിൽ യൂസ് ചെയ്യുക, അപ്പോൾ അത് തെറ്റാണ്. ദിസ് ആർഗ്യുമെൻറ്റ് ആൻസർ നമുക്ക് എഴുതാം. ദിസ് ആർഗ്യുമെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. കാരണം എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് എൻ സ്ക്വയർ ഈക്വൾ ടു 2k എടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ എൻ ഈക്വൾ ടു 12 എന്നുള്ളത് അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എൻ ഒരു ഈവൻ നമ്പറാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അവിടെ നമ്മളങ്ങ് ചുമ്മാ അങ്ങ് എടുക്കുക. എൻ ഈക്വൾ ടു ഈവൻ എന്ന് നമ്മളങ്ങ് എടുത്തു. എൻ ഈക്വൾ ടു 12 എടുത്തത് അത് ഈവൻ ആണെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അത് നമ്മൾ എക്സ്റ്റാബ്ലിഷ് ചെയ്യണം. നമുക്ക് അല്ലാതെ ചുമ്മാ അത് ഈവൻ ആണെന്നുള്ളതിന് ഒരു പ്രൂഫ് നമ്മൾ യൂസ് ചെയ്യാതെ നമ്മൾ ചുമ്മാ എൻ ഈക്വൾ ടു 12 എടുത്തേക്കുന്നത്. അതാണ് അവിടെ തെറ്റ്. അത് നമ്മൾ പറയാൻ പോകുന്നത്. The statement let n is equal to 2l, n is equal to 2l, n equal to 2l for some integer l, for some integer l occurs in the proof, occurs in the proof. No argument has been given. No argument has been given. Argument has been given to show that n can be written. N can be written as 2l for some integer l. ദിസ് ഈസ് സർക്കുലർ റീസണിങ്. കാരണം നമ്മൾ പ്രൂവ് ചെയ്യേണ്ട സാധനമാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ദിസ് ഈസ് സർക്കുലർ റീസണിങ്, അല്ലെങ്കിൽ ഫാലസി ഓഫ് ബെഗിങ് ദ ആർഗ്യുമെൻ്റ് ആണ്. ബെഗിങ് ദ ക്വസ്റ്റ്യൻ, ആർഗ്യുമെൻ്റ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ. ബിക്കോസ് this statement is equivalent to the statement being proved, namely n is even. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് ഫാലസി ഓഫ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സർക്കുലർ റീസണിങ് എന്ന് പറയുന്നത്. n is even. നമ്മൾ n is even എന്നുള്ള ആർഗ്യുമെൻ്റ് അങ്ങ് യൂസ് ചെയ്തതാണ്. ഇവിടെ ആക്ച്വലി റിസൾട്ട് കറക്റ്റാണ്. എൻ സ്ക്വയർ ഈവൻ ആണെങ്കിൽ എൻ ഈവൻ ആയേ പറ്റുള്ളൂ. പക്ഷേ ആ റീസണിങ് ആണ് ഇവിടെ തെറ്റിപ്പോയത്. ഇവിടെ നമ്മൾ എൻ ഈവൻ ആണെന്നുള്ളത് തന്നെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ പ്രൂഫ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താ, എൻ ഈവൻ ആണ്. അത് നമ്മൾ പ്രൂഫിൽ തന്നെ അങ്ങ് എടുത്തു. അതാണ് അവിടെ തെറ്റ് വന്നത്. ഇവിടെ ആക്ച്വലി സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിരുന്നു, പക്ഷേ ആ നമ്മൾ പ്രൂവ് ചെയ്ത രീതിയാണ് തെറ്റിപ്പോയത്. ഓഫ് കോഴ്സ് അതും കൂടെ എഴുതിയേക്കാം. ഓഫ് കോഴ്സ് the result itself is correct. Only the method of proof is wrong.
അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സിലബസിലുള്ള പോർഷൻസ്. ഇതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ തീർന്നു. അപ്പം നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ സെക്കൻഡ് മൊഡ്യൂളാണ് ഞാൻ പഠിപ്പിച്ചത്, രണ്ടും തീർന്നു. ഇനി ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് എക്സസൈസ് പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കണം. നമ്മൾ തന്നെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രൂഫ് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് അത് ഞാൻ ഇട്ടേക്കാം, ഫോട്ടോ ഇട്ടേക്കാം. അത് നിങ്ങൾ ചെയ്ത് പഠിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി.